ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടു ഡിന്നർ റെസിപ്പീസിൻ്റെ ഡേ 5 ആണിന്ന്. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതേപോലെ തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് സേമിയ ഉപ്മാവാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്മാവാണ്. നമുക്ക് എങ്ങനെയാണ് സേമിയ ഉപ്മാവ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വറുത്ത സേമിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു 200 ഗ്രാമിൻ്റെ. വറുക്കാത്ത സേമിയാണ് നിങ്ങളുടെ കയ്യിലെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടൊന്ന് അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. പിന്നെ നമുക്ക് സാധാരണ ഉപ്മാവിന് വേണ്ട സവാള, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില അതൊക്കെ വേണം. അപ്പോൾ നമുക്കൊരു പാൻ വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ നോർമൽ ഉപ്മാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു സവാള, ഒരു 2-3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ക്യാരറ്റ് അരിഞ്ഞത്, ഗ്രേറ്റ് ചെയ്തതായാലും കുഴപ്പമില്ല, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ സവാള നമ്മൾ പൊടി പൊടിയായിട്ട് ഉപ്മാവിന് അരിയുന്ന പോലെയല്ല അരിയുന്നത്, തിൻ സ്ലൈസസ് ആയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും എല്ലാം ഒന്ന് നന്നായിട്ട് വഴണ്ട് കിട്ടണം നമുക്ക്. അപ്പോൾ കുറച്ച് നേരം ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഞാൻ എൻ്റെ പച്ചമുളക് എരിവില്ലാത്തത് കൊണ്ട് 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ, വറുത്ത സേമിയാണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഉപ്മാവ് ഉണ്ടാക്കുന്നതിന് മുന്നേ സേമിയ വറുത്ത് വെക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് കുഴഞ്ഞ പോലെ ഇരിക്കും ഉപ്മാവ്, ഒരു സുഖം ഉണ്ടാവില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് വറുത്ത സേമിയ തന്നെ വേണം. പിന്നെ അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പിന് ഒരു കപ്പ് സേമിയ, അതായത് 200 ഗ്രാം സേമിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനൊരു 3 കപ്പ് വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 750 ml വെള്ളം. നന്നായിട്ട് കുഴഞ്ഞ പോലത്തെ ഉപ്മാവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. പക്ഷെ 3 കപ്പാണെങ്കിൽ കറക്റ്റ് നന്നായിട്ട് കറക്റ്റ് വേവിന് നമുക്ക് കിട്ടും. ഉപ്പും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയും കുറച്ച് മല്ലിയിലയും പൊടിയായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സേമിയ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഒട്ടും കുഴഞ്ഞു പോവുകയൊന്നും ചെയ്തിട്ടില്ല. നല്ല അടിപൊളി ഉപ്മാവായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒലർന്ന് വരും കുറച്ച് കഴിയുമ്പോഴേക്കും. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇന്ന് ഒരു മഴ ദിവസമാണ് ദോഹയിൽ. ഇത് കുറച്ച് ദിവസം മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പോഴെവിടെ ദോഹയിൽ മഴ എന്ന് ചോദിക്കണ്ട. അത് കുറച്ച് ദിവസം മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാനത് ഈ ക്ലിപ്പ് ഡിലീറ്റ് ചെയ്തില്ല എന്ന് മാത്രം. ഇനി നമുക്ക് ലഞ്ച് മെനു എന്താണെന്ന് നോക്കാം. സാമ്പാറും ക്യാബേജ് തോരനും ബീട്രൂട്ട് പച്ചടിയാണ്. സാമ്പാറിൻ്റെ വറുത്തരച്ച സാമ്പാറാണ്, തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുള്ള സാമ്പാറാണ്. സാമ്പാറിൻ്റെ വീഡിയോ ഓൾറെഡി ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഐകാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. വീണ്ടും അത് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോകും. കാരണം വറുത്തരച്ച സാമ്പാറൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ കുറച്ച് സമയം വേണം. അതുകൊണ്ടാണ് ഞാനത് ഇതിൽ പറയാത്തത്. ജസ്റ്റ് നമ്മൾ കഷ്ണങ്ങൾ പരിപ്പും ചേർത്ത് വേവിക്കുന്നു. തേങ്ങ നന്നായിട്ട് മല്ലിയും മുളകും എല്ലാം കൂടെ ചേർത്ത് വറുത്ത് എടുക്കുന്നു. പുളി പിഴിഞ്ഞൊഴിക്കുന്നു. ഈ വറുത്തത് അരച്ച് ചേർക്കുന്നു. എന്നിട്ട് വറവിടുന്നു. അത്രയേ ഉള്ളൂ. അത് ഞാൻ ഡീറ്റെയിൽ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം. നല്ല വറുത്തരച്ച സാമ്പാർ. ഇനി നമുക്ക് വറവിടും കൂടെ ചെയ്താൽ മതി. കടുകും ജീരകവും വറ്റൽമുളകും കൂടെയാണ് വറവിടുക. ഇനി നമുക്ക് ബീട്രൂട്ട് പച്ചടി. സാധാരണ നമ്മൾ തോരനൊക്കെ വേവിക്കുന്ന പോലെ തന്നെ ബീട്രൂട്ട് ഞാൻ കുക്കറിൽ തന്നെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഉപ്പ് ചേർത്തിട്ട് വേവിച്ച് മാറ്റി വയ്ക്കാം നമുക്ക്. പിന്നെ ക്യാബേജ് തോരനാണ്. അപ്പോൾ അതിലേക്ക് ഫുൾ ക്യാബേജ് ആവശ്യമില്ലാത്തതുകൊണ്ട് ബാക്കി ഞാനിങ്ങനെ ക്ലിംഗ് റാപ്പിൽ നന്നായിട്ട് പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഒട്ടും കേട് വരില്ല നമുക്ക് ഇത്. ഇനി ഗ്രേറ്ററിൽ ക്യാബേജ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതല്ല കത്തി കൊണ്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് ബീട്രൂട്ട് പച്ചടിയിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. ഒരു 1/2 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു പച്ചമുളക്, 1 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ കടുകും,
ഇത്രയുമാണ് നമുക്ക് പച്ചടിയിലേക്ക് അരയ്ക്കേണ്ടത്. അത് നന്നായിട്ട് നമുക്ക് അരച്ചിട്ട് മാറ്റി വയ്ക്കാം. ബീറ്റ്റൂട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ അരപ്പൊന്ന് വെന്ത് കിട്ടുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അതേപോലെ ആ വെള്ളം ഒന്ന് വറ്റി കിട്ടണം. അതിനുശേഷം നമ്മൾ തൈര് മിക്സിയുടെ ബൗളിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്തതിൻ്റെ ശേഷം അതും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ഇട്ട് തിളപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് തൈരൊന്ന് ചൂടായാൽ മതി. ഇനി നമുക്ക് തോരനിലേക്കുള്ളത് അരപ്പാണ്. ഒരു 3 വറ്റൽമുളക്, ഒരു ചെറിയ വെളുത്തുള്ളി, ഒരു ചെറിയ ഉള്ളി, ഒരു 1/4 കപ്പ് തേങ്ങ, ഒരു പിഞ്ച് ജീരകം, ഇത്രയും ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വറ്റൽമുളകും കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുന്നത്തെ വീഡിയോസ് എൻ്റെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ എല്ലാത്തിലേക്കും കൂടെ ഒരുമിച്ചാണ് കടുക് വറുത്ത് കൊട്ടാറുള്ളത്. അപ്പോൾ ഇതിൽ കടുക് നമ്മുടെ ആദ്യം ബീറ്റ്റൂട്ട് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തോരൻ ഉണ്ടാക്കാം. സവാള പൊടിയായി അരിഞ്ഞത് ചീനച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്കതിലേക്ക് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം അരപ്പാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. വറ്റൽമുളക്, തേങ്ങ, ഒരു പിഞ്ച് ജീരകം, ഒരു ചെറിയ വെളുത്തുള്ളി അധികമായ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് വരും. ഇപ്പോൾ ചെറിയൊരു പീസ് വെളുത്തുള്ളി, ഒരു ചെറിയ ഉള്ളി, കറിവേപ്പിലാണെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ചതക്കണയിൽ കൂടെ. പിന്നെ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും കൂടെ ചേർത്ത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. വെള്ളം ചേർക്കണമെന്നില്ല, ക്യാബേജ് പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിർബന്ധമില്ല, അവസാനം കുറച്ചും കൂടെ നമുക്ക് ചെറിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ തോരനും റെഡിയായി. ലഞ്ച് മെനു റെഡിയാണ്. സാമ്പാർ, ക്യാബേജ് തോരൻ, ബീറ്റ്റൂട്ട് പച്ചടി, പിന്നെ കടുമാങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ കടുമാങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. പപ്പടം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പപ്പടവും കൂടെ കാച്ചിയെടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച് മെനു. ഇനി നമുക്ക് ഡിന്നർ മെനു എന്താണെന്ന് നോക്കാം. ചപ്പാത്തിയും ആലു ഗോബി മസാലയാണ്, അതായത് കോളിഫ്ലവറിൻ്റെ കറി. കുക്കറിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ജീരകം ആണ് വറവിടുന്നത്, നോർത്ത് ഇന്ത്യൻ കറിയല്ലേ. പിന്നെ അതിലേക്ക് ഒരു 2 സവാള അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ഏകദേശം 1 ടേബിൾ സ്പൂൺ കാണും, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 ടീസ്പൂണോളം ഗരം മസാല, ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു തക്കാളി മിക്സിയിലൊന്ന് അടിച്ചിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ അടിച്ച് ചേർക്കണമെന്നില്ല, ജസ്റ്റ് നമ്മൾ തക്കാളി അരിഞ്ഞിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. അതിനുശേഷം അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 2 വിസിലാവുമ്പോഴേക്കും നന്നായി വെന്ത് കിട്ടും. പിന്നെ അതിലേക്ക് കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയില എന്താണെന്ന് വെച്ചാൽ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കറി റെഡിയായി. പിന്നെ ചപ്പാത്തിയാണ് ഡിന്നറിന്. അപ്പോൾ അത് പിന്നെ എല്ലാ വീഡിയോയിലും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കേണ്ട ഒരു ഇതില്ലല്ലോ, കാരണം ഞാൻ ഇതിന് മുന്നേ ഇട്ട 2-3 വീഡിയോസിലും ചപ്പാത്തിയുടെ ഡീറ്റെയിൽഡ് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളതെന്ന് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ പഴയ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കാറുള്ളതെന്ന്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡിന്നറും റെഡിയായി ഇന്നത്തെ. ഇന്നത്തെ റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും നാളത്തെ റെസിപ്പീസുമായിട്ട് കാണാം. പിന്നെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്.
അതേപോലെ ഫീഡ്ബാക്സും അറിയിക്കണം. അപ്പോഴാണ് എനിക്ക് കൂടുതൽ എന്തെങ്കിലും വീഡിയോസിൽ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.